ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഡൽഹി നഗരം ഇന്നും മറ്റൊരു ഭീതിയുടെ നിഴലിലാണ്. അധികാരത്തിന്റെ ഇടനാഴികളും ചരിത്ര സ്മാരകങ്ങളും ആധുനികതയുടെ തിളക്കവും ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുവശത്ത് ഈ മഹാനഗരത്തിന്റെ തിരക്കുകളിലേക്ക് എങ്ങോ അപ്രത്യക്ഷമാകുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ നടുക്കുന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. 2026 തുടക്കം ഡൽഹിക്ക് നൽകുന്നത് ഒട്ടും ശുഭകരമായ വാർത്തകളല്ല. വർഷത്തിന്റെ ആദ്യ 27 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ പുറത്തുവന്ന കണക്കുകൾ ഏതൊരു സാധാരണക്കാരെയും ഭയപ്പെടുത്തുന്നതാണ്. കേവലം 27 ദിവസങ്ങൾക്കുള്ളിൽ 807 പേരെയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കാണാതായത്. അതായത് ശരാശരി ഒരു ദിവസം 30ഓളം പേർ ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് എങ്ങോട്ടെന്നില്ലാതെ മാഞ്ഞു പോകുന്നു. ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും CCTV ക്യാമറകളും ഓരോ മുക്കിലും മൂലയിലും സ്ഥാപിച്ചിട്ടുള്ള ഒരു മെട്രോ നഗരത്തിലാണ് ഈ അവസ്ഥ എന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഈ 807 പേരിൽ 235 പേരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണെങ്കിലും ബാക്കി 572 പേരുടെ അവസ്ഥ ഇപ്പോഴും അജ്ഞാതമാണ്. കാണാതാകുന്നവരുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ കുട്ടികളും കൗമാരക്കാരും സ്ത്രീകളും വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നത് സങ്കടകരമായ വസ്തുതയാണ്. ജനുവരി ആദ്യ പകുതിയിലെ മാത്രം കണക്കുകൾ എടുത്താൽ കാണാതായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നത് കാണാം. ഇത് സൂചിപ്പിക്കുന്നത് ഡൽഹിയിലെ തെരുവുകൾ നമ്മുടെ സഹോദരിമാർക്കും മക്കൾക്കും എത്രത്തോളം സുരക്ഷിതമല്ലാത്ത ഇടമായി മാറുന്നു എന്നാണ്. ഒരു വ്യക്തിയെ കാണാതാകുമ്പോൾ അത് കേവലം ഒരു പോലീസ് ഫയലിലെ ഒരു രേഖ മാത്രമല്ല, മറിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയും സമാധാനവുമാണ് അവിടെ തകരുന്നത്. കാണാതാകുന്ന ഓരോ മനുഷ്യന് പിന്നിലും ഉത്തരമില്ലാത്ത നൂറുകണക്കിന് ചോദ്യങ്ങളുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കളും പങ്കാളികളും മക്കളുമുണ്ട്. എന്തുകൊണ്ടാണ് ഡൽഹി ഇത്തരമൊരു സുരക്ഷാ പ്രതിസന്ധി നേരിടുന്നത് എന്നത് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നഗരത്തിന്റെ അതിവേഗതയിലുള്ള വളർച്ചയും കുടിയേറ്റക്കാരുടെ വൻതോതിലുള്ള സാന്നിധ്യവും ഒരു പരിധിവരെ ഇതിന് കാരണമാകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനുകളും ബസ് ടെർമിനലുകളും മനുഷ്യക്കടത്ത് സംഘങ്ങളുടെ താവളങ്ങളായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാണാതാകുന്നവരിൽ വലിയൊരു വിഭാഗം കുട്ടികളാണെന്നത് ഭയാനകമായ ഒരു മാഫിയയുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ദാരിദ്ര്യം മൂലം വീട് വിട്ടിറങ്ങുന്നവരും മെച്ചപ്പെട്ട ജീവിതം തേടി നഗരത്തിലെത്തി വഞ്ചിക്കപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നു. നഗരത്തിന്റെ ചില ഭാഗങ്ങളിലെ വെളിച്ചക്കുറവും ആളൊഴിഞ്ഞ ഇടങ്ങളും കുറ്റവാളികൾക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നു. മനുഷ്യക്കടത്ത് എന്ന നിശബ്ദമായ വിപത്ത് നമ്മുടെ സമൂഹത്തെ എത്രത്തോളം കാർന്നു തിന്നുന്നു എന്നതിൻ്റെ നേർചിത്രമാണ് ഡൽഹിയിലെ ഈ കണക്കുകൾ. സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വ്യക്തിപരമായ ജാഗ്രതയുടെ പ്രാധാന്യവും നാം മറന്നുകൂടാ. ഇന്ന് സാങ്കേതികവിദ്യ ഇത്രത്തോളം വളർന്ന കാലത്ത് നമ്മുടെ സുരക്ഷയ്ക്കായി അത് പ്രയോജനപ്പെടുത്തുക എന്നത് അനിവാര്യമാണ്. യാത്ര ചെയ്യുമ്പോഴോ അപരിചിതമായ സ്ഥലങ്ങളിൽ പോകുമ്പോഴോ എല്ലാം തങ്ങളുടെ തത്സമയ ലൊക്കേഷൻ വിശ്വസിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ പങ്കുവയ്ക്കുന്നത് വലിയൊരു സുരക്ഷാ കവചമാണ്. സ്മാർട്ട് ഫോണുകൾ വെറുമൊരു വിനോദോപാധി മാത്രമല്ല, അത്യാവശ്യ ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണം കൂടിയാണെന്ന് നാം തിരിച്ചറിയണം. ഒറ്റപ്പെട്ട യാത്രകൾ പരമാവധി ഒഴിവാക്കുകയും വെളിച്ചം കുറഞ്ഞ ഇടങ്ങളിലൂടെയുള്ള രാത്രി സഞ്ചാരങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അപകട സാധ്യത കുറയ്ക്കും. ഏത് സാഹചര്യത്തിലും നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും വലിയ ആയുധം. കാണാതാകുന്ന കേസുകളിൽ ഏറ്റവും നിർണായകമായത് ആദ്യത്തെ 24 മണിക്കൂറുകളാണ്. ഇതിനെ ഗോൾഡൻ അവേഴ്സ് എന്ന് വിളിക്കാം. ഈ സമയങ്ങളിൽ തന്നെ പോലീസ് റിപ്പോർട്ട് നൽകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്താൽ കാണാതായ ആളെ സുരക്ഷിതമായി കണ്ടെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും പരാതി നൽകാൻ മടിക്കുന്നതോ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയട്ടെ എന്ന് കാത്തിരിക്കുന്നതോ ആയ പ്രവണത ദോഷം ചെയ്യും. പോലീസ് സംവിധാനങ്ങളെ ഇത്തരം ഘട്ടങ്ങളിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ലഭ്യമായ എല്ലാ വിവരങ്ങളും കൈമാറുകയും വേണം. ആരെങ്കിലും അസ്വാഭാവികമായി പെരുമാറുന്നതോ അല്ലെങ്കിൽ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെടുന്നതോ ആയാൽ ഉടൻ തന്നെ അധികാരികളെ അറിയിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്തം ഓരോ പൗരനും കാണിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി സർക്കാർ സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഡൽഹി പോലീസ് പുറത്തിറക്കിയ ഹിമ്മത്ത് പ്ലസ് എന്ന ആപ്പ് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. എമർജൻസി SOS അലേർട്ടുകളും GPS ട്രാക്കിങ്ങും ഉൾപ്പെടുന്ന ഈ സംവിധാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലുടനീളം ഉപയോഗിക്കാവുന്ന 112 ഇന്ത്യ എന്ന ആപ്പ് എല്ലാ അടിയന്തര സേവനങ്ങളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നു. അപകടമുണ്ടായാൽ ലൊക്കേഷൻ സഹിതം പോലീസിന് വിവരം നൽകാൻ ഇത് സഹായിക്കും. സിറ്റിസൺ കോപ്പ് പോലെയുള്ള ആപ്പുകൾ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അടിയന്തര സാഹചര്യം തേടാനും പൊതുജനങ്ങളെ സഹായിക്കുന്നു. ഇതിനു പുറമെ രക്ഷ, മൈ സേഫ്റ്റി പിൻ തുടങ്ങിയ സ്വകാര്യ ആപ്പുകളും സുരക്ഷിത പാതകൾ കണ്ടെത്താനും GPS ട്രാക്കിങ്ങിനും ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരം ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. ഡൽഹിയിലെ ഈ സാഹചര്യം മറ്റ് നഗരങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. നഗരവൽക്കരണം കൂടുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കുറയുകയും അയൽപക്കങ്ങൾ പോലും അപരിചിതമായി മാറുകയും ചെയ്യുന്നു. ഇത് കുറ്റവാളികൾക്ക് താവളമൊരുക്കാൻ എളുപ്പമാക്കുന്നു. നഗരാസൂത്രണത്തിൽ സുരക്ഷയ്ക്ക് കൂടുതൽ മുൻഗണന നൽകേണ്ടതുണ്ട്. തെരുവ് വിളക്കുകളുടെ കാര്യക്ഷമത, കൂടുതൽ പോലീസ് പട്രോളിംഗ്, ക്യാമറ നിരീക്ഷണം എന്നിവ ശക്തമാക്കണം.
വെറും ശിക്ഷാ നടപടികൾ കൊണ്ട് മാത്രം ഇത്തരം തിരോധാനങ്ങൾ തടയാൻ കഴിയില്ല. മറിച്ച് സാമൂഹികമായ ഒരു ഉണർവ് കൂടി ആവശ്യമാണ്. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട സുരക്ഷാ പാഠങ്ങളും അപരിചിതരോട് പുലർത്തേണ്ട ജാഗ്രതയും സ്കൂൾ തലം മുതൽ തന്നെ നമ്മൾ പഠിപ്പിക്കണം. കാണാതായവരുടെ ഈ വലിയ കണക്ക് കേവലം ഭയപ്പെടാനുള്ള ഒന്നല്ല, മറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഓരോരുത്തരുടേക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തിരോധാനത്തിന് പിന്നിലും തകർന്നു പോയ ഒരു ലോകമുണ്ട്. ആ ലോകങ്ങളെ തിരികെ കൊണ്ടുവരാൻ പോലീസിനും സർക്കാരിനും ഒപ്പം പൊതുസമൂഹത്തിനും തുല്യ പങ്കുണ്ട്. സുരക്ഷാ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതോ ലൊക്കേഷൻ പങ്കുവെക്കുന്നതോ ഒരു ഭീരുത്വമല്ല, മറിച്ച് ബുദ്ധിപരമായ ഒരു മുൻകരുതലാണ്. നമ്മുടെ നഗരങ്ങൾ നമുക്കും വരും തലമുറയ്ക്കും പേടി കൂടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഇടങ്ങളായി മാറണം. അതിനായി സർക്കാർ സംവിധാനങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യയും സാധാരണക്കാരൻ്റെ ജാഗ്രതയും ഒരേപോലെ കൈകോർക്കേണ്ടതുണ്ട്. ഡൽഹിയിലെ ഈ റിപ്പോർട്ടുകൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ന് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ നമുക്കെടുക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.